22-ന്റെ ഈ വർഷം തുടങ്ങും എന്തെങ്കിലുമൊക്കെ പ്രീ പ്രൊഡക്ഷൻ. ഡിസംബർ ജനുവരി ഷൂട്ട്. നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല. പയ്യൻ നമ്മളെ അഭിനയിച്ചു കാണിച്ചു കേട്ടോ. മറ്റേ സാഗർ ഗിരിയുടെ സാധനം ഇവിടെ അഭിനയിച്ചു കാണിച്ചു. അവരുടെ പടം തുടങ്ങി ടീമിനൊക്കെ വെച്ചിട്ടൊരു സിനിമ തുടങ്ങിയിട്ടുണ്ടല്ലോ. തമിഴിൽ എനിക്ക് ഭയങ്കര ഞാൻ ഇതാ പറയാം, തമിഴിൽ പോയിട്ട് ഒരു കലക്ക ലുക്കിലൊക്കെ ചെന്നിട്ട് അവിടെയുള്ളവരെ ഞെട്ടിച്ചു കളഞ്ഞു. ചുമ്മാ പറയുന്നില്ല. ഞങ്ങള് എന്നെ ലുക്കില് പോയേ മമ്മൂക്ക് പോലും പോയിട്ടില്ല അതുപോലെ ലുക്കില്. ഫസ്റ്റത്തെ ഷോട്ട് സിംഗിൾ ആയിട്ട് 20 മിനിറ്റ്. എത്ര മിനിറ്റ്? 15 മിനിറ്റ്. 2 ദിവസം റിഹേഴ്സൽ മാത്രം. ഈ മണിസാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ജയറാമേട്ടം ആ ഇത് പറഞ്ഞില്ലേ, ഒരു സ്റ്റേജ് ഷോയിൽ പറഞ്ഞില്ലേ പ്രോപ്പർട്ടി ഒക്കെ എടുത്ത് മാറ്റാൻ ആ സാധനം അതുപോലെയാണോ പുള്ളി? ഭയങ്കര അനക്കം മിണ്ടാൻ പറ്റില്ല അല്ലേ? ഭയങ്കര നല്ല മനുഷ്യന്മാരും ഭയങ്കര രസമുള്ള ക്രാഫ്റ്റും അല്ല അത് ചെയ്യാൻ. അതുകൊണ്ട് അതൊരു സൂര്യനെ പോലെ എക്സ്പീരിയൻസ് ഭാഗ്യലടാണ്. സ്റ്റേജിൽ ട്രിവാൻഡ്രത്ത് പറഞ്ഞ് ജോചേട്ടൻ പെണ്ണായിരുന്നെങ്കിൽ ഒരു ലവ് ലെറ്റർ ലാൽ ജോസ് പറഞ്ഞില്ലേ ഒരു കാര്യം മറ്റേ അല്ല ജോജോട്ടം അവിടെ തമിഴ്നാട്ടിൽ പോയിട്ട് ഇങ്ങനെ രാവിലെ ഒരു പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഓഡീഷൻ പോയ കാര്യം അതിനുവേണ്ടി പോയതാണോ? അപ്പോൾ തമിഴ്നാട്ടിൽ വീണ്ടും ഇതുപോലെ ഒരു എൻട്രി ആയിട്ട് ചെന്നപ്പോൾ എന്താണ് തോന്നുന്നത്? ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യങ്ങളല്ലേ ഇത്രയും നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തങ്ക ലൈഫും ഭയങ്കര രസമുള്ള ഞെട്ടിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന നിലവിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാം. ചീത്ത പറയിട്ടോ സ്റ്റുഡിയോയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കണമെന്ന് അറിയാം. സൗണ്ടിങ് നല്ല അടിപൊളിയായിരിക്കും. ചോദിച്ചാൽ ഞങ്ങൾ മലയാളത്തിൽ നിന്ന് വിട്ടിട്ട് പോകും, തമിഴിലോട്ട് പോകും. അല്ലെ പണി 2 ചെയ്യാണ്ട് തിരിച്ചു വന്നേ പറ്റൂ. പണി 2-ന്റെ ഈ വർഷം തുടങ്ങും എന്തെങ്കിലുമൊക്കെ പ്രീ പ്രൊഡക്ഷൻ. ഡിസംബർ ജനുവരി ഷൂട്ട്. പണി 2 സാഗർ ഒരു വിഷം പറഞ്ഞു, അവനെ പൊട്ടിച്ച് പറഞ്ഞുകൊണ്ടേ അവനൊരു വിഷം പറഞ്ഞു, എനിക്ക് കയറാൻ പറ്റില്ലോ. മരിച്ചിട്ടില്ലല്ലോ, പൊട്ടിത്തെറിച്ചു. ഇങ്ങനെ വരണം. ഓക്കെ എന്നാ പോകണപ്പേ പോകണം. കഴിക്കുന്നില്ല ഒന്നുമില്ല. ഓക്കെ ചേട്ടാ ബൈ. അതിന്റെ പ്രത്യേകത അതിന്റെ ഇല്ലന്മാർ തന്നെയാണ് നമ്മള്.